ഓണപ്പൂക്കളം ഒരുക്കാൻ പാലക്കാട്ടെ പൂപ്പാടങ്ങൾ ഒരുങ്ങി. തമിഴ്നാട് പൂക്കൾക്ക് ബദലാവാൻ ചിറ്റൂരിലെ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു. പോലീസുകാരൻ രാഹുലിന്റെ വേറിട്ട കൃഷിയിടം കാണാം. നാടും നഗരവും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കാലത്ത് കേരളത്തിലെ പൂവിപണിയിൽ വലിയൊരു പങ്കും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കളാണ് കൈയടക്കുന്നത്. പാലക്കാട്ടെ വിപണികളിലും ഓണക്കാലമാകുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള പൂക്കളുടെ വരവ് വർദ്ധിക്കും. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾക്ക് പകരം നാട്ടിൽ തന്നെ പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുകയാണ് കിഴക്കൻ പാലക്കാട്ടെ കർഷകർ. ചിറ്റൂരിലെ പോലീസ് ഉദ്യോഗസ്ഥനായ രാഹുലിന്റെ ചെണ്ടുമല്ലിപ്പൂ കൃഷി അത്തരത്തിലൊരു മാതൃകയാണ്. നാട്ടിൽ തന്നെ പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നത്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ രാഹുൽ ചിറ്റൂർ കേണംപുള്ളി മലയടിവാരത്ത് സ്വന്തമായുള്ള 30 സെന്റ് സ്ഥലത്താണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. നട്ട് ഏകദേശം 70 ദിവസം പിന്നിട്ടതോടെ ചെണ്ടുമല്ലി ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷി ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. അത്തം നാളിൽ ആദ്യ വിളവെടുപ്പ് നടത്താനാണ് രാഹുലിന്റെ തീരുമാനം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾക്ക് ജില്ലയിലെ വിപണിയിൽ മികച്ച വില ലഭിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ നാട്ടുകാർക്ക് പൂക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി വ്യാപിപ്പിച്ചത്. ഓണക്കാലത്ത് താൻ ഉൽപ്പാദിപ്പിച്ച പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ. കൃഷിയോടുള്ള താൽപര്യമാണ് രാഹുലിനെ ചെണ്ടുമല്ലി കൃഷിയിലേക്ക് എത്തിച്ചത്. വീട്ടുവളപ്പിലും പോലീസ് ക്യാമ്പിലും നടത്തിയ പരീക്ഷണ കൃഷി വൻ വിജയമായതോടെയാണ് ഇത്തവണ വലിയ രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. പൂകൃഷിയുടെ പരിപാലനവും വളമിടയിലും ഉൾപ്പെടെയുള്ള ജോലികൾ രാഹുലും കുടുംബവും ചേർന്നാണ് നിർവഹിക്കുന്നത്. പുറത്തുനിന്ന് തൊഴിലാളികളെ നിയോഗിക്കേണ്ടി വരാത്തതിനാൽ കൂലിച്ചെലവും കാര്യമായി വരുന്നില്ല. ജോലി തിരക്കുകൾക്കിടയിലും കൃഷിക്കായി സമയം കണ്ടെത്തുന്നത് മണ്ണിനോടുള്ള ഇഷ്ടവും കൃഷിയോടുള്ള താൽപര്യവും കാരണമാണെന്ന് അദ്ദേഹം പറയുന്നു. മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓണം. ഓണം സദ്യയും ഓണപ്പുടവയും ഒപ്പം തന്നെയാണ് ഓണപ്പൂക്കളവും. ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഓണപ്പൂക്കളം ഇട്ട് ആഘോഷിക്കുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ, തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഓണപ്പൂക്കളം വരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തുള്ള പരിസരത്തുള്ള ആൾക്കാർക്ക് വില കുറവിലുള്ള പൂ കൊടുക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയും പിന്നെ ഈ പൂവിനോടുള്ള കൃഷി ചെയ്യുന്നൊരു എന്താ പറയുക ഇൻട്രസ്റ്റിനോടുകൂടി ഞാൻ തുടങ്ങിയതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പോലീസ് ക്യാമ്പിലാണ്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലൊരു പോലീസുകാരനാണ്. അപ്പം ഞാൻ 2-3 വർഷം മുമ്പ് അവിടെ നിന്ന് പരീക്ഷണ നോക്കുകയും അത് വൻ വിജയമാവുകയും ചെയ്തു. അപ്പോൾ സ്വന്തമായി ഒന്ന് പരീക്ഷിക്കാം എന്ന രീതിയിലാണ് ഞാനിവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ നന്നായി തന്നെ, വളരെ ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് ചെടികൾ. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയുന്ന ആൾക്കാർക്കും പരമാവധി പൊതു മാർക്കറ്റിൽ നിന്നും വളരെ കുറവ് രീതിയിൽ ക്യാഷിൽ അവർക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും, അതായത് ഈ പരമാവധി അറിയുന്ന ആൾക്കാർക്ക് വിപണിയിൽ എത്തിക്കാൻ ആഗ്രഹത്തോടുകൂടി തുടങ്ങിയ ഒരു സംരംഭമാണിത്. കൂടുതൽ കർഷകർ പൂക്കൃഷിയിലേക്ക് വരികയാണെങ്കിൽ ഓണക്കാലത്തെ ഇതര സംസ്ഥാന പൂക്കളുടെ ആശ്രയം കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ഓണത്തിന്റെ വരവറിയിച്ച പാലക്കാട്ടെ പൂപ്പാടങ്ങളിൽ ചെണ്ടുമല്ലികൾ പൂത്തുലയുമ്പോൾ കിഴക്കൻ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് വിപണിയിലേക്ക് എത്തുന്നത് പൂക്കൾ മാത്രമല്ല, നാട്ടുകൃഷിയിലൂടെ സ്വയം പര്യാപ്തതയുടെ പുതിയൊരു പ്രതീക്ഷ കൂടിയാണ്. ക്യാമറാമാൻ പപ്പൻ ചിറ്റൂരിനൊപ്പം രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്, പാലക്കാട്.